ഇവനാണ് മിസ്റ്റർ ഐഫോൺ, യവൻ വിവോ. The ultimate comparison. ക്യാമറ ഐഫോൺ തന്നെ. എടേ അതൊക്കെ പണ്ട്. ഇപ്പൊ സേസിന്റെ ലെൻസ് ഇട്ട് 200 മെഗാ പിക്സലിൽ കിടിലം പോർട്രേറ്റ് നീ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ക്യാമറ സംബന്ധിച്ച് വീഡിയോയോ സ്റ്റെബിലൈസേഷനോ? സിവിലൈസേഷനിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഒരു ജിമ്മൽ പഠിച്ചാൽ അതിനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. എടാ നിനക്കൊക്കെ ഒരു 3000 mAh തികച്ചെടുക്കാനുണ്ടോ ബാറ്ററിയിൽ? 3500 അല്ല, 5000 വരെ നമുക്കുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ്. ഈ 5000 ചാർജ് ചെയ്യണം അവന് 1.5 മണിക്കൂർ വേണം. അത് പിന്നെ ഒരു 80% വരെയൊക്കെ വെടിയും പൊക്കെ പോലെ പോകും. അത് കഴിഞ്ഞാൽ ഇച്ചിരി പിടുത്തവാ. എടാ നീയൊക്കെ ഫോൺ മേടിക്കും, അത് ചാർജ് ചെയ്യാനുള്ള സാമാനം കിട്ടും അതിന്റെ കൂടെ. അതൊക്കെ നമ്മൾ വേറെ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കണം. പൈസ കൊടുത്താൽ 20 വാട്ട്സ്. ഇത് കണ്ടോ, ഫ്രീ ആയിട്ട് 90 വാട്ട്സ് കൊടുക്കുന്നത് നമ്മള്. ക്യാമറയിൽ ലോഗ് ഉണ്ടോ? ലോഗ് ഉണ്ടല്ലോ. എക്കോസിസ്റ്റം പറഞ്ഞ സാധനം ഉണ്ട്. അതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടോ? അറിയോ? എക്കോസിസ്റ്റം ഒക്കെ വരൂടെ, പതുക്കെ വരുന്നുണ്ട് നമ്മളെല്ലാം. എടാ നല്ല നട്ടുച്ചയ്ക്ക് റോഡിൽ ഇറങ്ങിയ ഫോൺ കാണാൻ പറ്റുമോ? ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ടോ? അത്യാവശ്യം ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. പിന്നെ പീക്ക് ഇച്ചിരി കുറവാണ്. വേറൊരു കാര്യം, ഈ എയർ ഡ്രോപ്പ് ഉണ്ട്, അത് അറിയാം? അത് നിങ്ങൾക്ക് ഉണ്ടോ? എയർ ഡ്രോപ്പ് ഇല്ലെങ്കിലും നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ച് സാധനം കൊടുക്കാറുണ്ട്. ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് നമ്മൾ പുട്ടുപോലെ ചെയ്യും. പിന്നെ ഈ അടുത്ത് നമ്മൾ iOS-നകത്തോടെ കയറ്റി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. എടാ നിങ്ങൾക്ക് ഇതിനകത്ത് വല്ല കസ്റ്റമൈസ് ചെയ്യാൻ വല്ലതും പറ്റുമോ? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു സാധനം തന്നിട്ടുണ്ട്, അതങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് 26 അത്യാവശ്യം അപ്ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. എടാ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ആൻഡ്രോയിഡ് ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിനെ പറ്റി അവൻ ഇപ്പൊ പറയുന്നത്. എന്തൊക്കെയുണ്ടോ പറയണ്ട, എന്താ ബ്രാൻഡ് വാല്യൂ ഉണ്ടോ? എടാ ഇപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ, എന്നാ റീസെയിലോ? റീസെയില് ചെറിയൊരു പ്രശ്നമുണ്ട്. അതൊക്കെ റെഡിയാവൂടെ? റെഡിയാവും.